മാറാവ്യാധി രോഗങ്ങൾ മാറിക്കിട്ടാനും ശാരീരികമായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും വേണ്ടി മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അള്ളാഹു അതിന് ഇജാബത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉത്തരം ലഭിക്കുന്ന ഒരു അത്ഭുത ദുആയുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. ഏത് വലിയ രോഗങ്ങൾ ശിഫയായി കിട്ടാനും ശാരീരികമായ തളർച്ചകളും അതുപോലെ തന്നെ ചെറുതും വലുതുമായ അസുഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, ഷിഫാ ലഭിക്കാൻ വേണ്ടി ഇൻഷാ അള്ളാഹ് ഈ ആയത്ത്, ഈ ദുആ നമ്മൾ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരും. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്താണ് ഈ ദുആ. ഇതിന്റെ തഫ്സീറിൽ മഹാനായ ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്: وعن ابن مسعود رضي الله عنه قال ما دعا أحد بهذه الدعوة ഈ ദുആയെ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഫീ മറളിഹി അവന്റെ രോഗബാധിതനായിരിക്കുന്ന ആ സമയത്ത് ഇല്ലാ ശിഫാഹുല്ലാഹു തആല വഅഫാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അതിനെ ശിഫാ നൽകുകയും അവന് ആഫിയത്ത് നൽകുകയും ചെയ്യും. വകാന ദാലിക അലാമത്തുൻ ഈ കാര്യം വലിയൊരു തെളിവാണ്, അടയാളമാണ്. അലാ ഇസ്തജാബത്തി ദുആഇ കമസ്തുജീബ ലി അയ്യൂബ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ, അവിടത്തേക്ക് ഇജാബത്ത് ഉത്തരം ലഭിച്ചതുപോലെ ഈ ദുആയെ ആരെങ്കിലും ദുആ ചെയ്താൽ, രോഗസന്ദർഭത്തിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയും അവന്റെ രോഗത്തിന് ആജിലായ ശിഫാ നൽകുകയും ചെയ്യുമെന്ന് മഹാനായ ഖുർത്തുബി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. ഏതാണ് ഈ ദുആ എന്നല്ലേ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്തിലൂടെ ഈ ദുആഇനെ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. അന്നീ മസ്സനിയല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ. ഈ ദുആയാണ് നമ്മൾ രോഗസന്ദർഭത്തിൽ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. ഇനി നമ്മുടെ മജ്ലിസിൽ എല്ലാ അമലുകൾ പറയുമ്പോഴും ഇതുപോലെ ഹദീസുകളും ഖുർആനിന്റെ തഫ്സീറുകളും വായിച്ചുകൊണ്ടായിരിക്കും. കാരണം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അമലുകൾ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് സത്യമേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സന്ദർഭമാണ്. അള്ളാഹു ഖബൂലാക്കി തരട്ടെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.